ചില ആളുകൾ എന്തുകൊണ്ടാണ് ശരിക്കും പീസ്ഫുൾ ആയിട്ട് കാണപ്പെടുന്നത്? അവരുടെ ജീവിതം പെർഫെക്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല, പക്ഷേ ഉള്ളിൽ എന്തോ സ്റ്റഡി ആയിട്ടുള്ളതുകൊണ്ടാണ്. അതിൻ്റെ ഉത്തരത്തിൻ്റെ വലിയൊരു ഭാഗം സൈലൻറ്റ് പ്രാക്ടീസാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. സർഫസ് ലെവലിലുള്ള ഒന്നല്ല കേട്ടോ, ജസ്റ്റ് താങ്ക് യു പറഞ്ഞ് ഒഴിവാക്കുന്നതല്ല, ബട്ട് ദ റിയൽ കൈൻഡ് ദാറ്റ് ചേഞ്ചസ് ഹൗ യുവർ ബ്രെയിൻ വർക്ക്സ്, ഹൗ യു ഫീൽ ആൻഡ് ഹൗ യു എക്സ്പീരിയൻസ് യുവർ ഹോൾ ലൈഫ്. അടുത്ത കുറച്ച് മിനിറ്റ്സ് ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞുതരാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് ചെയ്യുമ്പോൾ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, പിന്നെ ലൈഫ് ഹാർഡ് ആകുമ്പോൾ അത് എങ്ങനെ പിടിച്ചു നിർത്താം എന്നൊക്കെ. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണേണ്ടി വരില്ല, തുടങ്ങിയാൽ മാത്രം മതിയാവും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. Hi, I am Rohini. Welcome to Sacred Mirai. This is where we explore the human mind, relationship and the journey back to yourself. If that's what your heart's been needing, you are in the right place. So what is gratitude? മിക്കവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അത് വെറും ഒരു താങ്ക് യു പറയുന്നതാണ് എന്നാണ്. പക്ഷെ അത് സർഫസ് ലെവലിൽ മാത്രമാണ് കേട്ടോ. ശരിയായ ഗ്രാറ്റിറ്റ്യൂഡ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴേ ഉള്ള നല്ല കാര്യങ്ങളില്ലേ, നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞ നല്ല കാര്യങ്ങൾ, അതിനെ ശ്രദ്ധിക്കാനും സ്വീകരിക്കാനും ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. അത് അറ്റൻഷൻ്റെ ഒരു ഷിഫ്റ്റാണ്. നമ്മുടെ മനസ്സുണ്ടല്ലോ എപ്പോഴും നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ, എന്തില്ല, എന്താണ് തെറ്റ് എന്നതിലേക്കാണ് എപ്പോഴും ഫോക്കസ് ചെയ്യാറ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ഓൾറെഡി ഉള്ള നല്ലതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബ്രെത്ത്, കൂടെ നിന്ന ആൾക്കാർ, ഫുഡ്, വാട്ടർ, മോർണിംഗ് ലൈറ്റ്, അതെല്ലാം മുഴുവൻ സമയം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് എന്നാൽ ഫൈനലി ഇതിലേക്കൊക്കെ നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലാണ്. അതുകൊണ്ട് ഇത് ഫോഴ്സ് ചെയ്യേണ്ട ഒരു ഫീലിംഗ് അല്ല കേട്ടോ, അത് നിങ്ങൾ കൊടുക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരു അറ്റൻഷനാണ്. Now why does this matter so much? Why build a whole practice around it? Because where your attention grows, your life follows. എല്ലാ ദിവസവും എന്താ ലൈഫിൽ ശരിയില്ലാത്തത് എന്ന് സെർച്ച് ചെയ്താൽ ജീവിതം സർവൈവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം പോലെ തോന്നില്ലേ? പക്ഷേ എന്ത് നല്ലത് എന്ന് കാണാൻ നമ്മളെ ട്രെയിൻ ചെയ്താൽ അതേ ജീവിതം ഒരു ഗിഫ്റ്റ് പോലെ തോന്നിത്തുടങ്ങും. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പവർഫുൾ കാര്യങ്ങളിലൊന്നാണ്. അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ സന്തോഷം തരും, കൂടുതൽ റെസിലിയൻസ് തരും, നല്ല റിലേഷൻഷിപ്സ്, നല്ല ഉറക്കം, കുറഞ്ഞ ആങ്സൈറ്റി, ഇതൊക്കെ ആയിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത്. എമൻസൺ മെക്കല്ലോ നടത്തിയ ക്ലാസിക് റിസർച്ച് കണ്ടെത്തിയത് എന്താണെന്നറിയോ? വെറും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ സൂക്ഷിച്ചിരുന്ന ആൾക്കാർ കൂടുതൽ സന്തോഷവാന്മാരും ഒപ്റ്റിമിസ്റ്റിക്കുമായിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നാണ്. അത് നിങ്ങളുടെ സർക്കംസ്റ്റൻസിനെ ഒറ്റയടിക്ക് മാറ്റുന്നു എന്നല്ല, ബട്ട് അത് നിങ്ങളെ തന്നെ മാറ്റുന്നു. പിന്നെ അവിടുന്ന് നിങ്ങളെല്ലാം വ്യത്യസ്തമായി കാണാൻ തുടങ്ങുന്നു. When you genuinely pause on something you are grateful for, your brain releases serotonin and dopamine, the chemicals of calm and contentment. At the same time, it quiets the amygdala, your brain's fear and threat center, and lowers cortisol, your main stress hormone. In simple terms, gratitude moves you out of fight or flight and into rest and restore. And here's the most hopeful part. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മസിൽ പോലെയാണ്. ബ്രെയിൻ സ്റ്റഡീസ് കാണിക്കുന്നത് അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നത് പോസിറ്റിവിറ്റിയുടെ ന്യൂറൽ പാത്ത് വേസ് സ്ട്രോങ് ആക്കുന്നു എന്നാണ്. ഒരു സ്റ്റഡി പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ എഫക്റ്റ് മാസങ്ങളോളം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും എന്നാണ്. നിങ്ങൾ കുറച്ച് നിമിഷത്തേക്ക് ശാന്തമാവുക എന്നല്ല, നിങ്ങൾ സ്ലോലി നിങ്ങളുടെ ബ്രെയിനിനെ നല്ലത് കൂടുതൽ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി റീവയർ ചെയ്യുക എന്നതിലാണ്. മെല്ലെ ബാക്കിയും ജീവിതവും മുഴുവനും റീവയർഡ് ആവും. റിസർച്ച് പറയുന്നത് ദിവസവും വെറും 3 മിനിറ്റ് മതി ആ മാറ്റം തുടങ്ങാൻ എന്നാണ്. അതുകൊണ്ട് ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ സിമ്പിളായി ഡുവബിൾ ആക്കാം എന്ന് പറഞ്ഞുതരാം. ദിവസം ഒരിക്കൽ പോസ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുള്ളായ കുറച്ച് കാര്യങ്ങൾ പറയാം. പക്ഷെ എങ്ങനെ ചെയ്യുന്നു എന്നതാണ് കേട്ടോ പ്രധാനം. അതുകൊണ്ട് ശരിക്കും അത് വർക്ക് ചെയ്യാനുള്ള 4 കീ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. 1, സ്പെസിഫിക് ആവുക. എൻ്റെ ഫാമിലി ഓർത്ത് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് എന്ന് പറയുന്നതിന് പകരം I am so grateful that my child hugged me this morning എന്ന് പറയാം. ബ്രെയിൻ ആ ഡീറ്റെയിലിനോടാണ് റെസ്പോൺസ് ചെയ്യുന്നത്. 2, ലിസ്റ്റ് ചെയ്യുന്നതിലല്ല, ഫീൽ ചെയ്യുന്നതിലാണ്. ഒന്ന് പോസ് ചെയ്തിട്ട് ആ നല്ല കാര്യം ശരീരത്തിൽ ലാൻഡ് ചെയ്യാൻ അനുവദിക്കാം. 5 സെക്കൻഡ് ശരിയായ ഫീലിംഗ് കൊടുക്കാം. 3, ഇപ്പോഴേ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അത് ആങ്കർ ചെയ്യാം. ലൈക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പിൽ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ടൈം കണ്ടെത്തേണ്ട ആവശ്യമില്ല. 4, ഓപ്പണായിട്ട് പറയുക, എഴുതുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഒരു ചെറിയ ജേർണൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ വേറൊരാളോട് താങ്ക് യു, ഐ ആം ഗ്രേറ്റ്ഫുൾ എന്ന് ഉറക്കനെ പറയുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. നൗ ദ ഓണസ്റ്റ് പാർട്ട്,
ലൈഫ് ശരിക്കും ഹാർഡാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഗ്രീവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടയേർഡാവുമ്പോൾ, ഫിയറിലിരിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് തോന്നും, അല്ലേ, ഫേക്കായിട്ട് തോന്നും. ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി ബയാസ് എന്നൊരു കാര്യമുണ്ട്. സർവൈവലിനായിട്ട് അത് ഡേഞ്ചറും പ്രോബ്ലംസും തേടാൻ വേണ്ടിയിട്ട് വയേർഡാണ്. സോ ഹാർഡ് സെഷൻസിൽ ഈ വയറിങ് ഹൈ ആയിട്ട് റൺ ചെയ്യും. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഈ സമയങ്ങളിൽ നമുക്ക് ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമുണ്ടായതുകൊണ്ടല്ല, നമ്മുടെ ബ്രെയിൻ അതിൻ്റെ ജോലി ചെയ്യുകയാണെന്ന് മാത്രം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ സമയങ്ങളിലാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അത് നമ്മൾ വേദന നിഷേധിക്കുക എന്നല്ല, അതിന് പകരം നമ്മൾ ആ വേദന നമ്മളെ മുഴുവനായിട്ട് സ്വോളോ ചെയ്യാൻ അനുവദിക്കാണ്ടിരിക്കുകയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ. ശരിയായ ഗ്രാറ്റിറ്റ്യൂഡ് ഒരിക്കലും ഇത് ഹാർഡല്ല എന്ന് പറയുന്നതിലല്ല, ഇത് ഹാർഡാണ്, എന്നാലും എൻ്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ തിരഞ്ഞെടുക്കുന്നതിലാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള സമയത്തുണ്ടല്ലോ, ചെറിയ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. വലിയ ബ്ലെസ്സിങ്സ് ഒന്നും തേടിപ്പോണ്ട ആവശ്യമില്ല. ചെറിയ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് തേടുക. നമ്മൾ കുടിക്കുന്ന ചായ അല്ലെങ്കിൽ ഒരു കൈൻഡ് ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആവുക. പിന്നെ നിങ്ങൾ റെഡി ആവുമ്പോൾ ഏറ്റവും ആഴമുള്ള പ്രാക്ടീസ് ചെയ്യുക. അവിടെയാണ് ശരിയായ ഹീലിംഗ് ഉള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ തുടങ്ങാവുന്ന ഒരു സിമ്പിൾ പ്രാക്ടീസ് ഞാൻ പറഞ്ഞുതരാം. എവറി മോർണിംഗ് or evening, take just 3 minutes. Name 3 specific things you are grateful for. Pause and feel each one for a breath. And once in a week, tell one person why you are grateful for them. അത് മതിയെന്നേ, 3 മിനിറ്റ് എല്ലാ ദിവസവും. നിങ്ങളുടെ ബ്രെയിനും ജീവിതവും മാറ്റാൻ അത് മതി. And to make it easy, I have created a free printable gratitude guide you can keep by your bed. A simple page to fill in each day so you never have to think about how. The PDF to download and print is in the description box below. Print it, put it somewhere you will see it, and let it gently hold the habit for you. ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ എൻ്റെ ജീവിതം മാറ്റിയത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ്. എൻ്റെ സർക്കംസ്റ്റൻസസ് ഒന്നും ഒരു രാത്രി കൊണ്ട് മാറി എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ബട്ട് സ്ലോലി the same life that felt heavy began to feel full. It gave me my meaning back. That's why I'm so passionate about giving it to you. So before you go, let's do it together. Just once, right now. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു കാര്യം ഓർക്കുക. അത് ക്ലിയറായി മനസ്സിൽ കാണുക. പിന്നെ നിങ്ങളത് ഫീൽ ചെയ്യുക. എന്നിട്ട് താങ്ക് യു എന്ന് പറയുക. ആ ഫീലിംഗ് അതില്ലേ, അതാണ് ആ പ്രാക്ടീസ്. സോ ഹിയർസ് വാട്ട് ഐ വുഡ് ലവ് ഫോർ യു ടു ഡു. Download and print the free gratitude guide below and start tonight. And if you want to go deeper, follow along. I will share gratitude meditations and more here every week to help you coming back to yourself. You have so much good already in your life. Let's start noticing it together. I'll see you in the next video, okay? Bye-bye.